നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു സർക്കാർ ജോലി നിങ്ങൾ സ്വപ്നം കാണുന്നു. നിങ്ങളൊരു തുടക്കക്കാരനാകാം PSCയിൽ, അല്ലെങ്കിൽ ഒരുപാട് എക്സാം എഴുതി ഇരിക്കുന്ന ഒരാളാകാം. നിങ്ങൾ ജോലി തിരക്കുള്ള ഒരു വീട്ടമ്മയാകാം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു യുവാവോ യുവതിയോ ആകാം. അതല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാകാം, PSCക്ക് മാത്രമായി പഠിക്കാൻ വീട്ടിലിരിക്കുന്ന ഒരാളാകാം. നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തുമാകട്ടെ, നിങ്ങളുടെ നിലവാരം എന്തുമാകട്ടെ, 2025 ആഗ്രഹിച്ചിട്ടും സർക്കാർ ജോലി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, അത് നിങ്ങളാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളാണ്. 2025 നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം നിങ്ങളാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യമാകും. ഞാനൊരു മാജിക്കിനെ കുറിച്ചോ ഒരു കൺകെട്ട് വിദ്യയെക്കുറിച്ചോ ഒരു ദിവസം കൊണ്ട് നിങ്ങളെ ആകെ മാറ്റിയെടുക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ചോ അല്ല പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിൽ പല കാര്യങ്ങളും. പക്ഷെ നിങ്ങളത് പ്രവൃത്തി പദത്തിൽ എത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ സർക്കാർ ജോലി കിട്ടാതിരുന്നത്. 2025 20,000-ലധികം ഒഴിവുകളിലേക്കാണ് കേരള PSC വിവിധ നോട്ടിഫിക്കേഷനുകൾ വരാൻ പോകുന്നത് 2025. ഇതെല്ലാം 10th ലെവൽ എക്സാമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. +2 ലെവലോ ഡിഗ്രി ലെവലോ എക്സാമുകളെ കുറിച്ചിട്ടല്ല. 20,000 ഒഴിവുകൾ വിവിധ നോട്ടിഫിക്കേഷനുകളിലായി. ഇതിനൊക്കെ ഏറെക്കുറെ ഒരേ സിലബസാണ്. ഈ 10th ലെവൽ എക്സാമുകൾക്കൊക്കെ തന്നെ ഒരൊറ്റ ശ്രമം മതി. ഒരേ സിലബസ് പഠിക്കുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ചില പോസ്റ്റുകളിൽ, അതും കൂടി പിടിച്ചടക്കി കഴിഞ്ഞാൽ 2025 നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കണം. അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 20,000-ൽ ഒരു വേക്കൻസിയിൽ വരാതിരിക്കാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങൾ ഈ വേക്കൻസിയിൽ ഉണ്ടാകും. എന്താണ് ആ കാര്യങ്ങളെന്ന് നിങ്ങൾക്കറിയണമോ? അതറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ പോസ്റ്റുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഓരോ പോയിന്റും ശ്രദ്ധിക്കുക. ചിലത് നിങ്ങൾക്ക് അറിയണതായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് മുഴുവൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉറച്ചിട്ടുണ്ടായിരിക്കും സർക്കാർ ജോലി കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവസാനം വരെ ഒന്ന് കാണൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ ഞാൻ ഈ പറഞ്ഞതിൽ എതിരഭിപ്രായമുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതെല്ലാമാണ്. ആദ്യം 20,000 ഒഴിവുകൾക്കാണ് 2025 വിവിധ തസ്തികകളിലേക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതെന്ന് അറിയാമോ? നെറ്റ് ചുളിക്കേണ്ട 20,000 ഒഴിവുകളിലേക്ക്. LDC ഇല്ല, LGS പോലുള്ള എക്സാമുകളില്ല. പക്ഷേ അതിനു സമാനമായ വേറെ പേരിലാണെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഇനി ചിലപ്പോൾ യൂണിവേഴ്സിറ്റി LGS, നിങ്ങൾക്കറിയാലോ, അതും പ്രശ്നം. അതിൽ 213 ഒഴിവുകളാണ് ആൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 300-400 ഒഴിവുകൾ എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 900-1000 ഒഴിവുകൾ എന്ന് കൂട്ടിക്കോ, എല്ലാതും കൂടി വരുമ്പോൾ. പക്ഷെ അതൊഴികെയാണ് ഞാൻ 20,000 ഒഴിവുകളെ കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഈ പരീക്ഷകളിലൊക്കെ വന്ന നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. യെസ്, ഇത് കിട്ടാതിരിക്കാൻ നിങ്ങൾക്ക് ആദ്യത്തെ കാരണം എന്താ? ഒന്ന്, ഇത്തരം പോസ്റ്റുകളിലേക്ക് എക്സാമുകൾ വരുന്നുണ്ട്. ഏകദേശം 2025 20,000-ലധികം വരുന്ന ഒഴിവുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുള്ള ധാരണ നിങ്ങൾക്ക് കുറഞ്ഞാൽ തന്നെ അവിടെ തന്നെ ആദ്യത്തെ കാര്യം പോയി. രണ്ടാമത്തെ കാര്യം എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? കോമ്പറ്റിറ്റീവ് എക്സാമുകൾ. ആ കോമ്പറ്റിറ്റീവ് എക്സാമുകൾ എന്ന് പറയുന്നത് അത് കഴുത്തറപ്പൻ മത്സരം തന്നെയാണ്. ഇപ്പോൾ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവൃത്തികൾ ലളിതമാണ്, പക്ഷേ അത് ഉറപ്പിക്കുക എന്നുള്ളത് കുറച്ച് കഠിനമാണ്. നിങ്ങൾക്ക് കോമ്പറ്റിറ്റീവ് എക്സാമുകൾ അത് ലളിതമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ വിജയത്തിലേക്കുള്ള ഒരു യഥാർത്ഥ റോഡ് മാപ്പ്, ഒരു യഥാർത്ഥ കോമ്പസ്, യഥാർത്ഥ ഒരു വഴികാട്ടി നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ ഒട്ടനവധി PSC എക്സാമുകൾ എഴുതി, അതിൽ വിജയിച്ച് സർക്കാർ ജോലിയിലേക്ക് കയറി, പിന്നീട് രാജിവെച്ച് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയ ആളാണ്. കഴിഞ്ഞ 25 വർഷമായി PSC കോച്ചിങ് രംഗത്തുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒട്ടനവധി വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിലൂടെ ജോലിയിൽ കയറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് റാങ്ക് മേടിക്കുന്ന ആളുകളുടെ ശീലങ്ങൾ ഞാൻ സ്ഥിരമായി പരിശോധിക്കാറുണ്ട്. അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ
2025 നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നു. നമുക്കതിനെ ചുരുക്കി കോമ്പസ് എന്ന് വിളിക്കാം. COMPASS കോമ്പസ് എന്ന് വിളിക്കാം. എന്താണ് കോമ്പസ്? 5 പില്ലറുകളാണ് കോമ്പസിനുള്ളത്. 5 പില്ലറുകൾ. ഏതെല്ലാമാണ് ആ 5 പില്ലറുകൾ? ഒന്ന് കൺസിസ്റ്റൻസിയാണ്. സുഹൃത്തുക്കളെ, കൺസിസ്റ്റൻസി, സ്ഥിരത. നിങ്ങൾക്ക് സ്ഥിരതയുണ്ടായിരുന്നോ PSC പഠനത്തിന്? നിങ്ങളൊന്ന് പരിശോധിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചിരുന്നോ? കുളിക്കുന്നത് പോലെ, പല്ല് തേക്കുന്നത് പോലെ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങൾ പഠിച്ചോ? അരമണിക്കൂർ പഠിച്ചതുകൊണ്ട് മാത്രം PSC കിട്ടില്ല. പക്ഷെ ചില ആളുകൾ 10 മണിക്കൂറും 11 മണിക്കൂറും 12 മണിക്കൂറും ആവേശത്തിൽ പഠിക്കും. 4-5 ദിവസം ആവേശം കഴിഞ്ഞാൽ ചോർന്നു പോയാൽ പിന്നീട് അത് ഇട്ട് വീണു, പിന്നെ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. മറ്റു ചിലരാകട്ടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ പഠിക്കാൻ തുടങ്ങും. അതിനപ്പുറത്തേക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ എല്ലാ ദിവസവും ഞാൻ പഠിച്ചിരിക്കുമെന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? PSCയിൽ ഉയർന്ന റാങ്കുകൾ വാങ്ങിയ എല്ലാവരും അതിന് അവർ പ്രിപ്പയർ ചെയ്ത എക്സാമിന് തൊട്ട് മുമ്പേ തന്നെ നിരന്തരമായി അവർ പഠിച്ചിരുന്നു. എല്ലാ ദിവസവും പഠിച്ചിരുന്നു. സോ കൺസിസ്റ്റൻസിയാണ് കീ. ധാരാളം ഒരു ദിവസം പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ റോള് കൺസിസ്റ്റൻസിക്കാണ്. രണ്ടാമത്തേത്, ഒരു ഓർഗനൈസ്ഡ് ലേണിംഗ് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതിൻ്റെ നോട്ട് എടുക്കാറുണ്ടോ? പരീക്ഷാ സമയത്തെ റിവിഷൻ ആ നോട്ട് വെച്ചാണോ നിങ്ങൾ ചെയ്യാറ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കേട്ട് പഠിക്കുന്നതാണോ, കണ്ടു പഠിക്കുന്നതാണോ, ചെയ്തു പഠിക്കുന്നതാണോ നിങ്ങൾക്ക് ഗുണകരമെന്നുള്ള ഒട്ടനവധി ഘടകങ്ങളുള്ള നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഓരോ ആളുകളും വ്യത്യസ്തമായതുകൊണ്ട് അവനവൻ്റെതായ ഒരു പഠന രീതി രൂപപ്പെടേണ്ടതുണ്ടെന്ന് ഉള്ള കാര്യം, അങ്ങനെ ഒരു പഠന രീതി നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? മറ്റൊന്ന്, നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ, അതാത് എക്സാമുകൾ നടക്കുമ്പോൾ അതിൻ്റെ മുൻകാല ചോദ്യങ്ങളെക്കുറിച്ച്, ആ അതുവരെ നടന്ന മുഴുവൻ മുൻകാല ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? മുഴുവൻ മുൻകാല ചോദ്യങ്ങളിലൂടെയും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് കൺസിസ്റ്റൻസിയാണ്, അത് C. അടുത്തത് ഓർഗനൈസ്ഡ് ലേണിംഗ് ആണ്. മറ്റൊന്ന് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ടൈം ഇല്ല എന്ന് വിലപിക്കുന്നവരുണ്ട്. നിങ്ങൾ ചിലരും ടൈം ഉണ്ടായിട്ടും പഠിക്കാതിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ സമയം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒരു ദിവസം ചെലവാക്കുന്ന ഓരോ മിനിറ്റും എന്തിന് ചെലവഴിക്കുന്നു? അവിടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് PSC പഠനം നടത്താൻ പറ്റും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലെ ജോലി തിരക്കിനിടയിലും നിങ്ങൾക്ക് PSC പഠിക്കാൻ പറ്റും എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെത്താൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. അത് നിങ്ങൾക്കറിയാമോ? അങ്ങനെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ ശ്രമം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഒരു ABCDE ലിസ്റ്റുകൾ ഉണ്ടാക്കി പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ണാടിക്ക് മുന്നിലോ വേറെ എവിടെയെങ്കിലോ നിങ്ങൾക്ക് കാണാനാവുന്ന വിധത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കുന്നതിന് ഏതെങ്കിലും ടൂൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ നോളേജ്, അറിവ് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഒരു PSCക്ക് പഠനം നടക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അത്രയ്ക്കൊന്നും പഠിക്കാനില്ല. സിലബസും സോഴ്സും അറിഞ്ഞ് പഠിക്കണം. എന്താണ് സിലബസ്? ആ സിലബസ് മാത്രം പഠിച്ചു പോകുന്നു. എന്താണ് സോഴ്സ്? മുൻകാല ചോദ്യ പേപ്പറുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തി അത് മാത്രം പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിർത്താൻ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. നെഗറ്റീവ് ചിന്തകൾ എല്ലാവരുടെയും മനസ്സിൽ വരും. പക്ഷെ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ തന്നെ അതിനെ ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കാറുണ്ടോ? അങ്ങനെ നമ്മുടെ ഓരോ സമയവും നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്തി എപ്പോഴും പോസിറ്റീവായി ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത് സ്ട്രെസ് ഒഴിവാക്കി നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ എല്ലാ ദിവസവും? അതാണ് ഞാൻ P എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പസിൽ കൺസിസ്റ്റൻസിയായി, ഓർഗനൈസ്ഡ് ലേണിംഗ് ആയി, മാനേജിങ് യുവർ ടൈം ആൻഡ് നോളേജ് ആയി. അടുത്തതാണ് A എന്ന് പറയുന്നത്, നിങ്ങൾ അസസ് ചെയ്യാറുണ്ടോ? ദിവസവുമുള്ള എക്സാമുകൾ കൊണ്ട് എന്തെല്ലാം പഠിച്ചു ഞാൻ? മോക്ക് ടെസ്റ്റുകൾ, പരീക്ഷയ്ക്ക് സമാനമായ മോക്ക് എക്സാമുകൾ എഴുതി എവിടെയാണ് എൻ്റെ വീക്ക്നെസ്? ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് അസസ് ചെയ്യാറുണ്ടോ? ഈ 5 കാര്യങ്ങൾ നിങ്ങൾ അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ 2025 സർക്കാർ ജോലി ഉറപ്പാണ്. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് സർക്കാർ ജോലി മിസ്സാവുകയില്ല. നിങ്ങളുടെ കയ്യിലേക്ക് ആ സർക്കാർ ജോലി വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പല്ല് തേപ്പ് പോലെ, കുളി പോലെ, നമ്മുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ പോലെ, നമ്മൾ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ സ്ഥിരം ഓഫീസിൽ പോകുന്നത് പോലെ, അടുക്കളയിൽ സ്ഥിരം ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ 1/2 മിനിറ്റെങ്കിലും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓരോ സബ്ജക്റ്റുകളും ഇപ്പോൾ പഠിച്ചു തീർക്കും. ഇതിൻ്റെ മൊത്തം സിലബസും എനിക്ക് പഠിക്കാനുള്ള മെറ്റീരിയലും ഞാൻ എന്ന് പഠിച്ചു തീർക്കും. അതിൽ ആദ്യത്തെ ഭാഗം ഞാൻ എന്ന് പഠിച്ചു തീർക്കും. അങ്ങനത്തെ ഒരു ലേണിംഗ് പ്ലാൻ നിങ്ങൾക്കുണ്ടോ? ഒരു ലേണിംഗ് പ്ലാൻ നിങ്ങൾക്കുണ്ടോ? വളരെ പ്രധാനമാണ്. ആ 2 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഓർഗനൈസ്ഡ് ലേണിംഗ് അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങൾ മോക്ക് എക്സാം ചെയ്യാറുണ്ടോ? എത്ര പേര് ഇതിൽ മോക്ക് എക്സാം ചെയ്യാറുണ്ട്? ഡെയിലി എക്സാമുകൾ എത്ര പേര് ചെയ്യാറുണ്ട്? പഠിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഡെയിലി എക്സാമുകൾ നിങ്ങൾ എത്ര പേര് ചെയ്യാറുണ്ട്? പറയൂ, നിങ്ങളിൽ എത്ര പേര് ചെയ്യാറുണ്ട്? എത്ര പേര് നോട്ട് എടുക്കാറുണ്ട്? നിങ്ങളുടേതായ നോട്ട് എടുത്ത് ആ നോട്ട് കുറിച്ചു വെച്ച് അതുപയോഗിച്ച് റിവിഷൻ നടത്താറുണ്ട്? എത്ര പേര് അവനവൻ്റെ ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് ബോധവാനാണ്? ഞാൻ എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുക? ഞാൻ പഠിക്കുന്ന സമയം എങ്ങനെയാണ് കൂടുതൽ എഫക്റ്റീവാക്കി മാറ്റുക? എത്ര പേർ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത്ര അധികമൊന്നുമില്ല, അത് നോക്കി അതിൻ്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇതൊക്കെ തന്നെ പ്രധാനമാണ് ഓർഗനൈസ്ഡ് ലേണിംഗ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടൈം, അതുപോലെ തന്നെ നിങ്ങളുടെ നോളേജും നിങ്ങളിൽ എത്ര പേർ മാനേജ് ചെയ്യാറുണ്ട്? പ്രയോറിറ്റൈസ്. നിങ്ങളൊരു ടൈം ഓടിച്ച് നോക്കി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കും. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്ന സമയം ഏതൊരു മനുഷ്യരിലും ഉണ്ട്. നിങ്ങളത് നോക്കിയിട്ടുണ്ടോ? അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠനം ക്രമീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ടൈം ബഡ്ജറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ ടൈം ഇത്രയാണ്, എനിക്ക് ആകെയുള്ള ടൈം, അത് വെച്ച് എനിക്ക് എത്രയാണ് പഠിക്കേണ്ടത്, അപ്പം ഞാൻ വേണ്ടത് മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ടൈം ബഡ്ജറ്റ് ഞാൻ മണിയെ പോലെ, മണി മാനേജ്മെൻറ്റ് പോലെ, ഒരു സാധാരണ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പോലെ ആ പൈസ വേണ്ടതിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സോഴ്സുകൾ SCERT ബുക്കുകളും PYQവുമാണ് നിങ്ങൾക്കറിയാമോ? അതും SCERTയുടെ മുഴുവൻ പാഠഭാഗവും വേണ്ട. 10th ലെവൽ പോലുള്ള എക്സാമുകൾക്ക് അവിടുത്തെ സെലക്റ്റഡ് ആയിട്ടുള്ള പാഠങ്ങളാണെന്ന് അറിയാമോ? PYQ ആണെന്ന് അറിയാമോ? അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു പഠനം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ PSC കിട്ടാതിരിക്കാനുള്ള ഒന്നല്ല പല കാരണങ്ങളിൽ പെടും. നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് PSC കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അത് തെളിയിച്ചു തരാം. നിങ്ങൾ ഈ രീതിയിലൂടെയല്ല പോയത്, അല്ലെങ്കിൽ ഞാനാണ് തെറ്റെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കണം. ഇനി വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ന്യൂ ഇയറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. ഒരു സെൽഫ് ബിലീഫ് വേണം. ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും, മനസ്സിൽ നിന്ന് 1000 സംശയങ്ങൾ ഉയർന്നു വന്നാലും അതിനെ മുഴുവൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഒരു എന്താ പറയുക, ഒരു ചെറിയ കറുകയുടെ, അല്ലെ ONV പറയുന്നത് പോലെ, തുമ്പത്ത് ഒരു മഞ്ഞുതുള്ളിയിൽ ഒരു കുഞ്ഞു സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു വിസ്മയകരമായ ഒരാവേശം നിങ്ങളെ ബാധിക്കാൻ നിങ്ങൾ അനുവദിക്കണം. അതിന് നിങ്ങൾ പഠിക്കണം എങ്ങനെയാണ് ആ ആവേശം മനസ്സിലേക്ക് കുത്തിവെക്കുക എന്നുള്ളത്. ഓരോ അശുഭചിന്തകളുടെ ഇരുട്ടിലും പ്രതീക്ഷയുടെ ഒരു തിരി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ എപ്പോഴൊക്കെ നമ്മൾ നെഗറ്റീവ് ആകുന്നുവോ അപ്പോഴൊക്കെ തന്നെ സ്വയം നിങ്ങളിലേക്ക് ഊർജ്ജം നിറയ്ക്കുന്ന, എൻ്റെ അധ്വാനത്തിലൂടെ എനിക്കിത് നേടിയെടുക്കാൻ പറ്റും, അത് ബുദ്ധിപരമായ നീക്കത്തിലൂടെ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പഠന സമയത്ത് നിങ്ങൾ സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പഠന സമയത്ത് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ക്വാളിറ്റി കുറയും. എക്സാം ഹാളിലും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ക്വാളിറ്റി, അവിടെ മാർക്കും കുറയും. ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ, അത് പവർ ഓഫ് പോസിറ്റീവ് മൈൻഡ്. അപ്പോൾ കോമ്പസിൽ കൺസിസ്റ്റൻസിയായി, ഓർഗനൈസ്ഡ് ലേണിംഗ് ആയി
മാനേജിങ് യുവർ ടൈം ആൻഡ് നോളേജ് ആയി. പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മൈൻഡ് സെറ്റായി. ഇനി അടുത്തത് അച്ചീവിങ് യുവർ ഡ്രീം ആണ്. നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായി അസസ് ചെയ്യേണ്ടതുണ്ട്. ദിവസവും നിങ്ങളുടെ പഠനം, നിങ്ങൾ പഠിച്ചത് എത്ര എന്നുള്ളത് നിങ്ങൾ അസസ് ചെയ്യാൻ പുറപ്പെടാറുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാറ്. കൺസിസ്റ്റന്റ് എഫർട്ട്, ഫോക്കസ്, പ്രിസർവൻസ്, ഇതുണ്ടോ? ഈ ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് അപ്രോച്ച് ആണോ? നിങ്ങൾ ഒരു അസസ്മെന്റ് നടത്താനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടോ? ദിവസവും എക്സാമുകൾ എഴുതി ഞാൻ ഇന്ന് എത്ര പഠിച്ചു, എൻ്റെ ലേണിംഗ് പ്ലാനിനനുസരിച്ചിട്ട് അതിലെനിക്ക് ഇന്ന തകരാറുകളുണ്ട്, അത് പരിഹരിക്കാനുള്ള ഒരു റെമഡിയൽ ലേണിംഗ് പ്ലാൻ നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ മോക്ക് എക്സാമുകൾ എഴുതി എൻ്റെ നിലവാരം ഇപ്പോൾ എത്രയാണ്, പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്കിൻ്റെ മുകളിലേക്ക് എത്താനായി എന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? ഇങ്ങനത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒന്നുണ്ടായാൽ മാത്രം പോരാ, നിങ്ങൾക്കൊരു സിസ്റ്റവും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കൺസിസ്റ്റൻസി വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് കൺസിസ്റ്റൻസി പോലെ വളരെ പ്രധാനമാണ് ഓർഗനൈസ്ഡ് ലേണിംഗ്. മറ്റൊന്ന് മാനേജിങ് യുവർ ടൈം ആൻഡ് നോളേജ്. മറ്റൊന്ന് എന്താണ്? പോസിറ്റീവ് മൈൻഡ് സെറ്റ്. അസസ്മെന്റ്, സ്ഥിരം എക്സാമുകൾ എഴുതി നിങ്ങളെ അസസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് വേണം. ഈ സ്റ്റിക്ക് ടു ദ പ്ലാൻ, ഈ പ്ലാനിൽ നിങ്ങൾ ഉറച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 2025 നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് PSC ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു 7-8 മാസമായി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും എനിക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ധൈര്യത്തോടെ സത്യസന്ധമായി പറയാൻ പറ്റുന്നവർ ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യും. അതല്ല, ഞാൻ ഇതിൽ പലതും ഉപയോഗിച്ചിട്ടില്ല, അതായിരുന്നു എന്ന് കാരണമെന്നുണ്ടെങ്കിൽ 2025 ഞാനത് തിരുത്തുമെന്നും ഇതിന് താഴെ കമന്റ് ചെയ്യൂ. ഇതൊരു ചലഞ്ചാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാം അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യത്തെ കാര്യം, അത് പെയ്ഡ് കോഴ്സിനെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, അതറിയാതെ അവിടെ വന്നു പോയതാണ്. ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത്, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 2025 മുതൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാൻ അവിടെ കിട്ടും. പക്ഷെ പഠിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കവിടെ ഒരു ലേണിംഗ് പ്ലാൻ കിട്ടിയിരിക്കും. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോകാം എന്നുള്ളതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷനോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ ആൾറെഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ച് ഒരു ലേണിംഗ് പ്ലാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എങ്ങനെ പഠിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു ലേണിംഗ് പ്ലാൻ കിട്ടിയിരിക്കും. അപ്പോൾ അവിടെ ഡെയിലി യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ ഓരോന്ന് തരും. കൂടാതെ ഓരോ ദിവസവും അവിടെ എക്സാം ഉണ്ടായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. കൂടാതെ PSC അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും 10th ലെവൽ എക്സാമുകളെ കുറിച്ച്. കൂടാതെ ലൈവ് ക്ലാസ്സുകൾ, യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഡെയിലി ലേണിംഗ് പ്ലാൻ വെച്ച് യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ കുറച്ച് കൂടുതൽ നിങ്ങൾ സ്വയം പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് 2025 മുഴുവൻ, ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് മുഴുവൻ ഒരു ലേണിംഗ് പ്ലാൻ തന്നുകൊണ്ട്, ഈ പ്രിലിംസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കൂടാതെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു പെയ്ഡ് കോഴ്സ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ സിലബസ് മുഴുവൻ, ഈ നേരത്തെ പറഞ്ഞ മുഴുവൻ 10th ലെവൽ എക്സാമുകൾക്ക്, ഇനി അങ്ങോട്ട് വരാനുള്ള മുഴുവൻ 10th ലെവൽ എക്സാമുകൾക്ക് അതിൻ്റെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളോട് കൂടിയ, എന്നാൽ അതിൽ ലൈവ് ക്ലാസ് ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഡെയിലി എക്സാംസ് ഉള്ള, അതിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാമുകൾ കിട്ടുന്ന, എല്ലാ ദിവസവും എക്സാമുകൾ കിട്ടുന്ന, എല്ലാ 10th ലെവൽ എക്സാമുകൾക്കും ഗുണം ചെയ്യുന്ന, വീക്കിലി ഒരാഴ്ചയിൽ ഒരിക്കൽ നിങ്ങളോട് ഇൻ്ററാക്ട് ചെയ്യുന്ന, എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്നോട് സംവദിക്കാൻ പറ്റാവുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുള്ള, എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകളും ഡെയിലി ലേണിംഗ് പ്ലാനും അതുപോലെ തന്നെ ഡെയിലി എക്സാംസുമുള്ള, അത് നമ്മുടെ ആപ്പിൽ ഒക്കെയുള്ള PDF നോട്ടുകളുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ്. ആ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ തരുന്നത്, ഓർക്കുക, എത്ര രൂപയ്ക്കാണ്? വെറും 700 രൂപയ്ക്കാണ്. ഈ വീഡിയോ കാണുന്നത് ഇന്നോ നാളെയോ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 350 രൂപയ്ക്ക് കിട്ടും. കാരണം 20 പേർക്ക് വേണ്ടി ഞങ്ങളൊരു ഓഫർ ഇട്ടിരുന്നു. ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അത് 10 പേര് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി 10 പേർക്ക് കൂടി ആ ഓഫറിൽ 350 കിട്ടും. ഈ വീഡിയോ ഇന്നാണ് ഞാൻ ചെയ്യുന്നത്.
ഇന്ന് 31-ാം തീയതിയാണ്. 31-ാം തീയതി 1-ാം തീയതി വരെയാണ് ആ ഓഫർ കിടക്കുന്നത്. ഇനി 10 പേര് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫർ കിട്ടാം. ഇല്ലെങ്കിൽ 700 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് 2 രൂപയിൽ താഴെ മാത്രം ചെലവഴിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് PSC പഠിക്കാം എന്നാണ് അതിൻ്റെ ഗുണം. അതല്ല, നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ അവിടെ കവർ ചെയ്യും? ഫുൾ PYQs 2000 മുതൽ 2024 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ എക്സാം എടുക്കും, അതല്ലെങ്കിൽ ഇതിനു മുമ്പേയുള്ള LGS, അതുപോലെ തന്നെ ലാസ്റ്റ് LDC എക്സാമുകൾ എടുത്തു നോക്കൂ. മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 4-5 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പുതുതായി ചേരുന്നത്. അതുകൊണ്ട് മുൻകാല ചോദ്യങ്ങൾ മാത്രം പഠിക്കുക. അതിനോടൊപ്പം SCERT ടെക്സ്റ്റ് ബുക്കും റിലവൻ്റ് ആയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കും പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 90-നും 95-നും ഇടയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതിന് SCERT ബുക്കും നമ്മൾ കവർ ചെയ്യും, PSC ബുള്ളറ്റിനും നമ്മൾ കവർ ചെയ്യും. കറണ്ട് അഫയേഴ്സ് ആണ് മറ്റൊരു ഭാഗം. അതിന് നമ്മൾ കവർ ചെയ്യുന്നത് PSC ബുള്ളറ്റിനും കേരളത്തിലെ പ്രസിദ്ധമായ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുടെ ആഴ്ചയിൽ വരുന്ന പങ്ക്തികളിലുള്ള കറണ്ട് അഫയേഴ്സുമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നേ ഒട്ടുമിക്ക 99% ചോദ്യങ്ങളും വരാറുള്ളൂ. അതുപോലെ തന്നെ എക്സാം ട്രെൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കും. എന്താണ് ഒരു എക്സാമിൻ്റെ ട്രെൻഡ്? ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? പഴയ പാഠപുസ്തകത്തിനോടൊപ്പം തന്നെ പുതിയ പാഠത്തിലെയും ചോദ്യങ്ങൾ വന്നു. അപ്പം അതൊരു ട്രെൻഡാണ്, അത് പഠിച്ചിരിക്കണം, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദ്യങ്ങൾ വന്നില്ല, പക്ഷേ ആ ട്രെൻഡ് ഇനി മാറ്റി വയ്ക്കാൻ പറ്റില്ല, വീണ്ടും ആ ചോദ്യങ്ങൾ വരാം. ഇനി 5, 7, 9 ക്ലാസ്സുകളിലെ SCERT ബുക്കുകളാണ് മാറിയത്. ഇനി 6, 8, 10 ഈ വരുന്ന അക്കാദമിക് വർഷം മാറും. അപ്പോൾ ആ പുസ്തകങ്ങളും പഠിച്ചിരിക്കണം. അപ്പം അതിൻ്റെ റിലവൻ്റ് കാര്യങ്ങൾ മാത്രം മതി. ഇതിനൊന്നും ഒരുപാട് സമയം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ എക്സാം ട്രെൻഡ്സ് കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നടക്കുന്ന ക്ലാസ്സുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളതിന് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് എത്രമാത്രം രൂപ മാത്രമാണ്. നമ്മൾ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത് വെറും 499 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ 350 രൂപയ്ക്ക് അടുത്ത 10 പേരിൽ നിങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ. മറ്റൊന്ന്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കൂടി വേണം ഇതിനോടൊപ്പം. നിരന്തരം എന്നോട് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഓരോ വിഷയവും അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തി പോകണം. അങ്ങനെയാണെങ്കിൽ ദിവസവുമുള്ള ലൈവ് ക്ലാസ്സുകൾ അടക്കമുള്ള ഈ കോഴ്സിന്, നേരത്തെ പറഞ്ഞ എല്ലാ ഘടകവും പ്ലസ് ലൈവ് ക്ലാസ്സും അടക്കമുള്ള കോഴ്സിന് നിങ്ങൾക്ക് ആകെ വരുന്ന തുക 1200 രൂപയാണ്. അതിപ്പോൾ ഈ ഡിസംബർ 31-നും ജനുവരി 1-നും നിങ്ങൾക്ക് 900 രൂപയ്ക്ക് ലഭിക്കും. 300 രൂപയുടെ കൂപ്പൺ അവിടെ ലഭ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മുടെ എക്സ്ക്ലൂസീവായ ഗോൾഡൻ ബാച്ച് ആണ്. അതിന് 8000 രൂപയാണ് തുക. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാൻ, നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെൻറ്റും ടൈം ഓഡിറ്റും ഞങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ മെമ്മറിയെ 10 ഇരട്ടി വേഗത്തിലാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് അതിലുണ്ട്. നിങ്ങൾക്ക് പഠനം ഒരു ഹാബിറ്റാക്കി മാറ്റുന്ന, കുളി പോലെ, ഉറക്കം പോലെ, പല്ലുതേപ്പ് പോലെ പഠനത്തെ ഒരു ഹാബിറ്റാക്കി മാറ്റുകയും നിങ്ങൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴാകട്ടെ, ജോലിക്ക് പോകുമ്പോഴാകട്ടെ, PSC പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് ആ സമയവും കൂടി ഉപയോഗിക്കാവുന്ന തരത്തിൽ, എന്നാൽ സ്ട്രെസ് ഫ്രീ ആയി, വളരെ പ്രധാനമായി സ്ട്രെസ് ഫ്രീ ആയി എങ്ങനെ PSC പഠന കാലയളവിലുടനീളം സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാം, പഠിക്കുന്നതിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം, എക്സാം ഹാളിൽ എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയി പരീക്ഷ എഴുതാം, ട്രെൻഡുകൾ എങ്ങനെയാണ്, എക്സാം ട്രെൻഡുകൾ മനസ്സിലാക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ പുരോഗതി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ പഠനത്തിൽ മുടന്തുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ ലളിതമായി മനസ്സിലാക്കി തന്നുകൊണ്ടും നിങ്ങൾ എപ്പോഴൊക്കെ നെഗറ്റീവായിട്ട് വല്ലാതെ പിറകോട്ട് പോകുന്നുവോ അല്ലെങ്കിൽ കാര്യങ്ങൾ നീട്ടിവെക്കി തുടങ്ങുന്നുവോ അപ്പോഴൊക്കെ ഇടപെട്ടുകൊണ്ട് നിങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്ന കംപ്ലീറ്റ് മെൻറ്ററിങ്ങും കംപ്ലീറ്റ് സിലബസുമുള്ള ഈ കോഴ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് 4999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ ഈ കോഴ്സിന് മാത്രം നേരത്തെ പറഞ്ഞ 2 കോഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ കയറി എന്ത് ചെയ്താൽ മതി, പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് സ്വന്തമാക്കാം. പക്ഷേ ഈ 8000 രൂപയുടെ ഇപ്പോൾ 4999-ന് ഡിസംബർ 31-നും ജനുവരി 1 വരെയും കിട്ടുന്ന ഈ കോഴ്സിന്, അത് കഴിഞ്ഞാൽ ഈ കോഴ്സിൻ്റെ വില മാറും. 5500-നും 8000-നും ഇടയിലുള്ള ഒരു കോഴ്സായി മാറും. ചിലപ്പോൾ കൂപ്പൺ ഉണ്ടാവും, ചിലപ്പോൾ 8000 രൂപ തന്നെ അടക്കേണ്ടി വരും.
ആ കോഴ്സിന് ചേരണമെങ്കിൽ നിങ്ങൾ പൈസ അടച്ചാൽ മാത്രം പോരാ. ആദ്യം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം. നിങ്ങൾ നിങ്ങൾ ജോലിക്കാരനാവാം, വീട്ടമ്മയാകാം, നിങ്ങൾക്ക് ജോലി തിരക്കുണ്ടാവാം. ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ സന്നദ്ധനാണോ, പരിപൂർണമായും സന്നദ്ധനാണോ, നിങ്ങൾക്ക് ഈ സർക്കാർ ജോലി ആവശ്യം വേണ്ട ഒന്നാണോ എന്ന് എനിക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇനി ഞാനൊന്ന് നിങ്ങളുമായി സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വാട്സപ്പ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ നമ്പർ 8075963937 ആണ്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. 8075963937 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ സൗകര്യമുള്ളൊരു സമയത്ത് ഞാൻ വിളിക്കാം. ഏത് കോഴ്സിന് മാത്രം? നേരത്തെ പറഞ്ഞ 8000 രൂപയുടെ ഇപ്പോൾ 4999 രൂപയ്ക്ക് ലഭിക്കുന്ന കോഴ്സിന് മാത്രം. ബാക്കി 2 കോഴ്സുകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ എനിക്കറിയാം, ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും, അതാത് ഗ്രൂപ്പുകളിൽ ചേരും, നമുക്ക് പഠനം തുടരാം. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ചേർന്നാലും നിങ്ങൾ മറ്റൊരാളുടെ കോഴ്സിൽ ചേർന്നാലും നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ പ്ലസ് 2 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കൺസിസ്റ്റൻസി, ഓർഗനൈസ്ഡ് ലേണിംഗ്, മാനേജിങ് യുവർ ടൈം ആൻഡ് നോളേജ്, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അസസ്മെന്റ്, പിന്നെ സിസ്റ്റം, സ്ട്രെസ് ഫ്രീ. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ചാൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഈ 20,000 ഒഴിവിൽ 1 നിങ്ങളുടേതാണ്. ഒരു സർക്കാർ ഓഫീസിലെ ഒരു കസേര ഈ 7 കാര്യങ്ങൾ അനുവർത്തിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് 2025 സർക്കാർ ജോലി ലഭിക്കാതിരിക്കാനുള്ള ഏക കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് വീട്ടിലെ ജോലി തിരക്കല്ല, നിങ്ങൾ ജോലിക്ക് പോകുന്നത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഭാഗ്യമില്ലായ്മയല്ല, നിങ്ങൾക്ക് ആ ജോലി മേടിച്ചെടുക്കാനുള്ള സ്വഭാവശീലങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആ സ്വഭാവങ്ങളാകട്ടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതുമാണ്. അപ്പോൾ 2025 നിങ്ങളുടെ വർഷമാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത 2026 താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനാകട്ടെ ഞാൻ എൻ്റെ സർക്കാർ ജോലി ഉറപ്പിച്ചു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.